പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ ഗ്രൂപ്പാക്കി തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് പല ബ്ലോക്കായും തിരിക്കാൻ സാധിക്കും. പീരിയോഡിക് ടേബിൾ ശ്രദ്ധിക്കുക. ഇവിടെ എക്സ്ട്രീം ലെഫ്റ്റിൽ എസ് ബ്ലോക്ക് എലമെൻസ്, മിഡിലിൽ ഡി ബ്ലോക്ക് എലമെൻസ്, റൈറ്റിൽ പി ബ്ലോക്ക് എലമെൻസ്, ദെൻ ബോട്ടം എഫ് ബ്ലോക്ക് എലമെൻസ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എലമെൻസിനെ വിവിധ ബ്ലോക്കുകളായി തിരിക്കുന്നത്? ഒരു എലമെൻറ്റിനെ ഇന്ന ബ്ലോക്കിൽ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ഫൈനൽ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് വരുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. സോ എസ് ബ്ലോക്ക് എലമെൻസ് എന്നാൽ ആ എലമെൻസിൻ്റെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലിലായിരിക്കും. പി ബ്ലോക്ക് എന്നാൽ അവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് പി സബ്ഷെല്ലിലായിരിക്കും. ഡി ബ്ലോക്ക് എലമെൻസിൽ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് ഡി സബ്ഷെല്ലിലും എഫ് ബ്ലോക്കിൽ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് എഫ് സബ്ഷെല്ലിലുമായിരിക്കും. നമുക്ക് വിവിധ ബ്ലോക്കുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. എസ് ബ്ലോക്ക് എന്നത് എക്സ്ട്രീം ലെഫ്റ്റിൽ വരുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസ് ആണ്. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലാണ്. രണ്ട് ഗ്രൂപ്പുകളാണുള്ളത്, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. രണ്ടും ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. സോ എസ് ബ്ലോക്ക് റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അവ പൊതുവെ അയോണിക് കോമ്പൗണ്ട്സ് ആണ് തരുന്നത്. നമുക്ക് എസ് ബ്ലോക്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് എന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ആൻഡ് ഫ്രാൻസിയം. അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s1 എന്നാണ് അവസാനിക്കുന്നത്. 3s1, 4s1 അങ്ങനെ പോകുന്നു. സെക്കൻഡ് ഗ്രൂപ്പിൻ്റേത് 2s2 എന്ന് അവസാനിക്കുന്നു. 3s2, 4s2 ആൻഡ് സോ ഓൺ. സോ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർമോസ്റ്റ് ഷെല്ല് n എന്നെടുത്താൽ ns1 എന്നായിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2 എന്നാണ്. സോ എസ് ബ്ലോക്കിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഒരുമിച്ച് എഴുതാൻ സാധിക്കും. nsൽ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും. സോ എസ് ബ്ലോക്ക് എല്ലാം ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ nsൽ 1 to 2. ഒരു എലമെൻ്റ് ഏത് ബ്ലോക്കിൽ ആണ് ഉൾപ്പെടുന്നത് എന്നറിഞ്ഞിരുന്നാൽ നമുക്ക് ആ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ്, പീരിയഡ്, പ്രോപ്പർട്ടീസ് എല്ലാം പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. കൺസിഡർ ആൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 19. ഈ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പ്രഡിക്റ്റ് ചെയ്യാനായി നമ്മൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. 19 ആണ് എങ്കിൽ അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s1 എന്നാണ്. സോ അറ്റോമിക് നമ്പർ 19 ആണ്. സോ 2, 4, 10, 12, 18 ആൻഡ് 19. നമ്മൾ ആദ്യം ഇവിടെ ബ്ലോക്ക് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലിലാണ്. ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഈ എലമെൻറ്റ് എസ് ബ്ലോക്കിലെ എലമെൻ്റ് ആയിരിക്കും. സോ ബ്ലോക്ക് തീരുമാനിക്കാൻ ഫൈനൽ ഇലക്ട്രോൺ വരുന്ന സബ്ഷെല്ല് നോക്കിയാൽ മതിയാകും. സോ എസ് ബ്ലോക്കിലെ എലമെൻ്റ് ആണ്. ദെൻ പീരിയഡ് നമ്മൾ കണ്ടിരുന്നു. ഒരു എലമെൻറ്റ് ഉൾപ്പെടുന്ന പീരിയഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹയസ്റ്റ് എനർജി ലെവൽ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പറാണ്. ഇവിടെ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ 4 ആണ്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. സോ ഹയസ്റ്റ് എനർജി ലെവൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ 4 ആണ്. സോ ഇത് 4th പീരിയഡിലെ എലമെൻ്റ് ആണ്. ദെൻ ഗ്രൂപ്പ് തിരിച്ചറിയുന്നതിനായി ആദ്യം നമ്മൾ ബ്ലോക്ക് ശ്രദ്ധിക്കുക.
എസ് ബ്ലോക്കാണ്. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പാണ്. സോ ഫൈനൽ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളതെന്ന് നോക്കുന്നു. 1 ഇലക്ട്രോൺ ആണ്. സോ ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ്. നമുക്ക് പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ഇറ്റ് ഈസ് എ ഹൈ റിയാക്റ്റീവ് മെറ്റൽ. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായി ആ സിംഗിൾ ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. സോ അതിൻ്റെ വാലൻസി 1 ആയിരിക്കും. അത് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 1 ആണ്. സിമിലർലി അനദർ എലമെൻറ്റ് കൺസിഡർ അറ്റോമിക് നമ്പർ 12. നമ്മൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. അറ്റോമിക് നമ്പർ 12 ആണ്. സോ 1s2, 2s2, 2p6, 3s2. ഒന്നുകൂടി ചെക്ക് ചെയ്യുക. 2, 4, 10, 12. ദെൻ ബ്ലോക്ക് ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് എസ് സബ്ഷെല്ലിലാണ്. സോ ഇറ്റ് ഈസ് ആൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്. ദെൻ പീരിയഡ് നമ്പർ കണ്ടെത്താനായി ഏറ്റവും കൂടിയ എനർജി ലെവൽ 3 ആണ്. സോ ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് തേർഡ് പീരിയഡ്. ദെൻ ഗ്രൂപ്പ് എസ് ബ്ലോക്കിലേതാണ്. സോ ഗ്രൂപ്പ് കണ്ടെത്തുന്നതിനായി ഫൈനൽ എസ്സിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2. സോ സെക്കൻഡ് ഗ്രൂപ്പ് മെമ്പറാണ്. സെക്കൻഡ് ഗ്രൂപ്പ് മെമ്പർ എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഫാമിലിയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ റിയാക്റ്റീവ് മെറ്റൽ. ഒക്ടറ്റ് പൂർത്തിയാക്കാൻ 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 2 ആണ്. വാലൻസി 2 ആയിരിക്കും. എക്സ്ട്രീം റൈറ്റിൽ വരുന്ന എലമെൻസ് ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 13 to 18. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് പി സബ്ഷെല്ലിലാണ്. നമുക്ക് ആ ഗ്രൂപ്പ്സ് നോക്കാം. 13th ഗ്രൂപ്പ് ബോറോൺ ഫാമിലി, ദെൻ 14th കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻസ് ആൻഡ് നോബിൾ ഗ്യാസസ്. അവ ജനറലി നോൺ മെറ്റൽസ് ആണ്. അവയുടെ പ്രോപ്പർട്ടി ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. കൺസിഡർ 13th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ്. ബോറോൺ 2s2, 2p1 എന്നാണ് അവസാനിക്കുന്നത്. അലുമിനിയം 3s2, 3p1, ഗാലിയം 4s2, 4p1. സോ 13th ഗ്രൂപ്പിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർമോസ്റ്റ് എനർജി ലെവല് n എന്നെടുത്താൽ ns2, np1 എന്നാണ്. അനദർ ഗ്രൂപ്പ് ഹിയർ 18th ഗ്രൂപ്പ്. അവിടെ 2s2, 2p6, 3s2, 3p6. സോ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2, np6 എന്നാണ്. റിമൈനിങ് ഗ്രൂപ്പിൽ np2, np3 എന്നിങ്ങനെയായിരിക്കും. സോ പി ബ്ലോക്കിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നത് nsൽ 2, npയിൽ 1 to 6 എന്നായിരിക്കും. നമുക്ക് പി ബ്ലോക്കിലെ ഒരു എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് അതുപോലെ തന്നെ പീരിയഡ് പ്രോപ്പർട്ടി എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. കൺസിഡർ ആൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 17. നമ്മൾ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p5, 2, 4, 10, 12, then 17. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഈ എലമെൻ്റ് ഉൾപ്പെടുന്ന ബ്ലോക്ക് പി ബ്ലോക്ക് ആയിരിക്കും. ഫൈനൽ ഇലക്ട്രോൺ പി സബ്ഷെല്ലിലായതുകൊണ്ട് പി ബ്ലോക്ക്. പീരിയഡ് ഏറ്റവും കൂടിയ എനർജി ലെവല് തേർഡ് എനർജി ലെവലാണ് ഏറ്റവും കൂടിയത്. സോ തേർഡ് പീരിയഡിലെ എലമെൻ്റ് ആണ്. ഗ്രൂപ്പ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് എക്സ്ട്രീം റൈറ്റിലാണ് വരുന്നത്. എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിലായി 10 ഗ്രൂപ്പ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നതിനായി
ഫൈനൽ എനർജി ലെവലിലെ ആകെ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിൻ്റെ ഒപ്പം 10 കൂടി ആഡ് ചെയ്യണം. 10 ഗ്രൂപ്പ് ഡി ബ്ലോക്ക് മറികടന്നാണ് നമ്മളിവിടെ വരുന്നത്. സോ അവസാനത്തെ ഷെല്ലിലെ ആകെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൻ്റെ ഒപ്പം 10 കൂട്ടണം. 2 + 5 7. സോ 7 + 10 ഇറ്റ് ഈസ് 17th ഗ്രൂപ്പ്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 17 ആണ്. നമുക്കറിയാം 17 എന്ന് പറയുന്നത് ഹാലജൻ ഫാമിലിയാണ്. ഇറ്റ് ഈസ് എ റിയാക്റ്റീവ് നോൺ മെറ്റൽ. നമുക്ക് ഇതിൻ്റെ വാലൻസി കണ്ടെത്താം. സാധാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ് എങ്കിൽ 2 8 7 എന്നാണ്. ഒക്ടറ്റ് പൂർത്തിയാക്കാൻ ഒരു ഇലക്ട്രോൺ കൂടി അക്സെപ്റ്റ് ചെയ്യും. സോ വാലൻസി 1 ആയിരിക്കും. അത് കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ -1 ആയിരിക്കും. കൺസിഡർ അനദർ എലമെൻറ്റ്, അറ്റോമിക് നമ്പർ 14. നമുക്ക് ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 14 ആണ്. സോ 1s2 2s2 2p6 3s2 3p2 2 4 10 12 14. ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് പി ബ്ലോക്കിലെ എലമെൻ്റ് ആണ്. ഏറ്റവും കൂടിയ എനർജി ലെവൽ 3 ആണ്. സോ തേർഡ് പീരിയഡിലെ എലമെൻ്റ് ആയിരിക്കും. ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നതിനായി ഫൈനൽ ഷെല്ലിലെ എസ്സിലെയും പിയിലെയും ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൻ്റെ ഒപ്പം 10 ആഡ് ചെയ്യുക. സോ 2 + 2 4 + 10. സോ ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് 14th ഗ്രൂപ്പ്. ബാലൻസി കിട്ടുന്നതിനായി 2 8 4. ഇത് കാണിക്കുന്ന വാലൻസി എന്ന് പറയുന്നത് 4 ആയിരിക്കും. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് ഒരുമിച്ച് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ 2 ബ്ലോക്കുകളിലായി പീരിയോഡിക് ടേബിളിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എലമെൻറ്റ്സും വരുന്നുണ്ട്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, സെമി മെറ്റൽസ്, സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ്. സോ അത് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷനാണ്. അടുത്തതായി നമുക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ പരിചയപ്പെടാം. പീരിയോഡിക് ടേബിളിൽ മിഡിലായി വരുന്ന 3rd മുതൽ 12th വരെയുള്ള ആ ഗ്രൂപ്പിലെ എലമെൻറ്റ്സിനെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിലാണ്. അഥവാ പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലിലാണ് ഫൈനൽ ഇലക്ട്രോൺ വരുന്നത്. ഈ എലമെൻറ്റ്സ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. കാരണം എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത് റിയാക്റ്റീവ് മെറ്റൽസ് ആണ്, റൈറ്റിലുള്ളത് ജനറലി നോൺ മെറ്റൽസും. മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസിലേക്കുള്ള ട്രാൻസിഷൻ അഥവാ ചേഞ്ച് കാണിക്കുന്നവ ആയതുകൊണ്ടാണ് ഇവ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനിയുടെ ജനറൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. കുറേ എലമെൻറ്റ്സ് നിങ്ങൾക്ക് പരിചയമുണ്ട്. ടൈറ്റാനിയം, അയൺ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇവയെല്ലാം മെറ്റൽസ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് പൂർണ്ണമായും മെറ്റൽസ് ആണ്. ഇവ കളേർഡ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റിൻ്റെ കോമ്പൗണ്ട്സ് പൊതുവെ കളർലെസ് ആയിരിക്കും. എന്നാൽ ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സിന് കളർ ഉണ്ടായിരിക്കും. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഫൈനൽ എസ് ഓർബിറ്റലും പെനൽറ്റിമേറ്റ് ഡി സബ്ഷെല്ലും തമ്മിൽ എനർജിയിൽ വളരെ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് അവ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഫൈനൽ എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൻ്റെ ഒപ്പം തന്നെ തൊട്ടുള്ളിലുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവ ഒന്നിലേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഇവ കാറ്റലിസ്റ്റായി ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അയൺ ഹേബർ പ്രോസസ്സിൽ ഒരു കാറ്റലിസ്റ്റാണ്. നിരവധി മെറ്റൽസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ കാറ്റലിസ്റ്റായി യൂസ് ചെയ്യുന്നു. അതുപോലെ ഈ എലമെൻറ്റ്സ് പാരാമാഗ്നറ്റിക് ആയിരിക്കും. പാരാമാഗ്നറ്റിക് എന്നാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നവ. ഇവയിലെ ആറ്റത്തിലെ ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ടായിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്നത്. അതായത് ജോഡി അല്ലാതെ ഒക്കുപ്പൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് മാഗ്നറ്റിക് ഫീൽഡിൽ
അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. നമുക്ക് ഈ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിഗണിക്കാം. കൺസിഡർ an element scandium, atomic number 21. Its configuration is argon 4s2 3d1. നമുക്ക് തിരിച്ചും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാറുണ്ട്. ആർഗൺ 3d1 4s2 എന്ന്. ആർഗൺ 3d1 4s2. ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഫോർത്ത് ഷെല്ലാണ്. അവിടുത്തെ എസ്സിൽ 2 ഇലക്ട്രോൺസ് ആണ്. സോ ജനറൽ കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ഫൈനൽ എസ്സിൽ 2 ഇലക്ട്രോൺസ്, എൻ എസ്സിൽ 2. തൊട്ടുള്ളിലുള്ള ആ ഷെല്ലിനെയാണ് പെനൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ഇവിടെ തേർഡാണ്. നമുക്കത് n-1 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ n-1ൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. നെക്സ്റ്റ് എലമെൻറ്റിൽ 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ, അങ്ങനെ 10 ഇലക്ട്രോൺ വരെ വരുന്നു. സോ ഇതിൻ്റെ കോൺഫിഗറേഷൻ n-2 n-1 n-1 ഡിയിൽ 1 to 10 എന്നായിരിക്കും. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫൈനൽ എസ്സിൽ 2 ഇലക്ട്രോൺ, പെനൽറ്റിമേറ്റ് n-1 ഡിയിൽ 1 to 10. ഇനി നമ്മൾ കണ്ടിരുന്നു ക്രോമിയം, കോപ്പർ പോലുള്ള എലമെൻറ്റ്സ് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കുന്നുണ്ട്. ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗൺ 3d5 4s1 എന്നാണ്. സോ എൻ എസ്സിൽ എല്ലായ്പ്പോഴും 2 ഇലക്ട്രോൺ കാണണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഓരെണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. നമുക്ക് കോൺഫിഗറേഷൻ മോഡിഫൈ ചെയ്യാം. എൻ എസ്സിൽ 1 to 2. ഒരു എലമെൻറ്റ് പലേഡിയം, ഈ എലമെൻറ്റ് എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അവിടെ എസ്സിലെ 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. സോ നമുക്ക് വീണ്ടും മോഡിഫൈ ചെയ്യാം. എൻ എസ്സിൽ 0 to 2. സോ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ എസ്സിൽ 0 to 2, n-1 ഡിയിൽ 1 to 10. നമുക്ക് അറ്റോമിക് നമ്പർ അറിഞ്ഞിരുന്നാൽ ഈ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാനായി സാധിക്കും. കൺസിഡർ ആൻ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 22. അറ്റോമിക് നമ്പർ 22. ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. 1s2 2s2 2p6 3s2 3p6 4s2 3d 2 4 10 12 18 20 then 3d2. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് ഡി സബ്ഷെല്ലിലാണ്. സോ ഈ എലമെൻറ്റ് ഡി ബ്ലോക്കിലെ എലമെൻ്റാണ്. ഡി ബ്ലോക്കിലെ എലമെൻ്റാണ് ഇത്. ഇവിടെ ഏറ്റവും കൂടിയ എനർജി ലെവല് 4 ആണ്. സോ ഇത് 4th പീരിയഡിലെ എലമെൻ്റ് ആയിരിക്കും. ഗ്രൂപ്പ് കണ്ടെത്തുന്നതിനായി നമുക്കറിയാം ആദ്യം എസ് ബ്ലോക്ക് ഉണ്ട്, അത് കഴിഞ്ഞാണ് ഡി ബ്ലോക്ക് വരുന്നത്. സോ ഫൈനൽ എസ്സിലെയും പെനൽറ്റിമേറ്റ് ഡിയിലെയും ആകെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടാനായി 4sലെയും 3dയിലെയും ആകെ ഇലക്ട്രോണിൻ്റെ എണ്ണം. സോ ഇറ്റ് ഈസ് 2 + 2, ഗ്രൂപ്പ് നമ്പർ 4 ആയിരിക്കും. പിന്നെ പ്രോപ്പർട്ടി നമുക്കറിയാം, ഇതൊരു മെറ്റലാണ്. ഇത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇത് കളേർഡ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. പാരാമാഗ്നറ്റിക് ആയിരിക്കും. പൊതുവെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനായി വരാറില്ല. നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. നമ്മൾ കണ്ടിരുന്നു 6th 7th പീരിയഡിലായി വരുന്ന എലമെൻറ്റ്സ് ആണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അത് 2 സെറ്റാണുള്ളത്, ലാന്തനോൺസും ആക്റ്റിനോൺസും. 6th പീരിയഡിൽ ലാന്തനം എന്ന എലമെൻറ്റിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെയാണ് ലാന്തനോൺസ് അഥവാ ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത്. 7th പീരിയഡിൽ ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെയാണ് ആക്ടിനൈറ്റ്സ് അഥവാ ആക്ടിനോൺസ് എന്ന് പറയുന്നത്. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ളതിൻ്റെയും ഉള്ളിലുള്ള എഫ് സബ്ഷെല്ലിലാണ്. നമ്മളതിനെ ആൻറ്റി പെനൽറ്റിമേറ്റ് എഫ് സബ്ഷെൽ എന്നാണ് പറയുന്നത്.
സോ ഫൈനൽ ഇലക്ട്രോൺ ആൻറ്റി പെനൽറ്റിമേറ്റ് എഫ് സബ്ഷെല്ലിൽ വരുന്ന എലമെൻസിനെയാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. 2 സെറ്റുണ്ട്. നമുക്കറിയാം 6th പീരീഡിലെ ലാന്തനോൺസും 7th പീരീഡിലെ ആക്ടിനോൺസും. ലാന്തനോൺസിനെ റെയർ എർത്ത് മെറ്റൽസ് എന്നുകൂടി പറയാറുണ്ട്. കാരണം ഈ മെറ്റൽസ് വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ എർത്തിൻ്റെ ക്രിസ്റ്റൽ അടങ്ങിയിട്ടുള്ളൂ. എന്നാൽ ആക്ടിനോൺസ് അവയെല്ലാം റേഡിയോ ആക്റ്റീവാണ്. യുറേനിയം എന്ന് പറയുന്ന എലമെൻറ്റിന് ശേഷമുള്ള എലമെൻറ്റ്സ് എല്ലാം സിന്തറ്റിക് അഥവാ മാൻ മെയ്ഡ് എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് വളരെ ഡീറ്റെയിലായി പഠിക്കാനില്ല. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. ആദ്യം ഈ എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ 6th പീരിയഡാണ്. സോ 6s2 എന്നായിരിക്കും കോൺഫിഗറേഷൻ. സോ NSൽ 2 ഇലക്ട്രോൺസ്. ഇവിടെ D എന്ന് പറയുന്ന ആ ഓർബിറ്റിൽ വരുന്നുണ്ട്. N-1 Dയിൽ 1 ഇലക്ട്രോണാണ് ലാന്തനത്തിനുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള അഥവാ N-2 Fൽ 1 to 14 ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. സോ എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ NSൽ 2, N-1 Dയിൽ 1, N-2 Fൽ 1 to 14. പലപ്പോഴും സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആ N-1 Dയിലെ 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്യാറുണ്ട്. അവിടെ എല്ലായ്പ്പോഴും 1 കാണണം നിർബന്ധമില്ല. സോ ഇവിടെ ചിലപ്പോൾ 0 കാണുള്ളൂ. സോ എഫ് ബ്ലോക്കിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ NSൽ 2, N-1 Dയിൽ 0 to 1, N-2 Fൽ 1 to 14 എന്നാണ്. എലമെൻസിനെ വിവിധ ബ്ലോക്കുകളായി തിരിക്കുന്ന പോലെ തന്നെ നമുക്കവയെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, സെമി മെറ്റൽസ് എന്നിങ്ങനെയും തരംതിരിക്കാൻ സാധിക്കും. പീരിയോഡിക് ടേബിളിൽ 78% എലമെൻസും മെറ്റൽസാണ്. ഈ ടേബിളിൽ എക്സ്ട്രീം ലെഫ്റ്റിൽ വരുന്ന എലമെൻസ് ആണ് മെറ്റൽസ്. ലെഫ്റ്റ് ബോട്ടത്തിലാണ് പ്രധാനമായും റിയാക്റ്റീവ് മെറ്റൽസ് വരുന്നത്. സോ ഇതിന് ലെഫ്റ്റിലേക്കുള്ള എലമെൻസ് എല്ലാം മെറ്റൽസ് ആയിരിക്കും. എക്സ്ട്രീം റൈറ്റിൽ വരുന്ന എലമെൻസ് ആണ് നോൺ മെറ്റൽസ്. സോ ഇതിന് റൈറ്റ്, എസ്പെഷ്യലി റൈറ്റ് ടോപ്പിൽ വരുന്ന എലമെൻസ് ആണ് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിനും മെറ്റൽസിനും ഇടയിലായി ഇവിടെ ഡയഗണലായി കുറച്ച് സെമി മെറ്റൽസ് അഥവാ മെറ്റലോയിഡ്സും ഉണ്ട്.